ഇതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു സെമിനാറിലും ഒക്കെ ഞാൻ എൻ്റെ ആശയങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ആവേശപൂർവ്വം ചില രാഷ്ട്രീയക്കാരും സംരംഭകരും ഒക്കെ മുന്നോട്ട് വരികയും അതിനുവേണ്ടി ശ്രമിക്കാനും തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പ്ലാനിംഗ് ബോർഡിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളെ കുറേ സാധനങ്ങളൊക്കെ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്ന അതേ വേവ് ലെങ്തിൽ സ്വപ്നം കാണുന്ന ആളുകളുടെ അഭാവം ഒരു പ്രശ്നം തന്നെയാണ്. പ്രയോറിറ്റി മാറുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രാഷ്ട്രീയത്തിലും ഭരണ കേന്ദ്രങ്ങളിലും ഒക്കെ ഇത് ഞാനീ പറഞ്ഞത് അതേപടി ഉൾക്കൊള്ളുകയും മനസ്സിലാകുകയും ചെയ്യണമെങ്കിൽ എൻ്റെ അതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാൾക്കായിരിക്കും പലപ്പോഴും പറ്റുക. മനസ്സിലായില്ലേ? ഇന്ന് കുറച്ച് മുമ്പ് എന്നെ ഒരു കേരളത്തിലെ ഒരു മലയോര മേഖലയിലെ ഒരു പഞ്ചായത്തിൽ നിന്ന്, ടൂറിസം വളരെ സാധ്യതയുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഒക്കെ കൂടെ കാണാൻ വന്നിരുന്നു കുറച്ച് മുമ്പ്. അവർ വന്നത് ആ നാട് എങ്ങനെ ടൂറിസത്തിൽ നമുക്ക് വളർത്താമെന്നുള്ള ചിന്തയ്ക്കാണ് വന്നത്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് 25 കൊല്ലത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതി ഇപ്പോഴേ ഇടുന്നതിന് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അത് അവർക്ക് മനസ്സിലായോ അതനുസരിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം അവർ ചിന്തിക്കുന്ന ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചെറിയ ചെറിയ ചില സംവിധാനങ്ങൾ ഒരുക്കുക, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കുറേ ആളുകൾ കാണാൻ വരിക, അവരെല്ലാം അവിടെ ഒന്ന് സെൽഫി എടുക്കുക, പോവുക. ഞാൻ പറഞ്ഞതല്ല. സസ്റ്റൈനബിൾ ആകണമെങ്കിൽ, ആ നാടിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ ടൂറിസത്തിലൂടെ ആ നാട്ടിലേക്ക് പണം എത്തണം. അവിടെ സംരംഭങ്ങൾ ഉണ്ടാവണം. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങൾ ഉണ്ടാവണം. അവിടെ ഒരു സംരംഭം ഉണ്ടാകുന്ന, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാത്രിക്ക് 750 രൂപ മുറിവാടകയുള്ള 20 മുറികളുമായിട്ട് അവിടെ ഒരു റിസോർട്ട് ആരംഭിച്ചെന്നിരിക്കട്ടെ. മറ്റൊരു കമ്പനി അവിടെ വന്ന് അത്രയും തന്നെ സ്ഥലം എടുത്തിട്ട് ഒരു മുറിക്ക് ഒരു രാത്രിക്ക് 25,000 രൂപ വാടകയുള്ള 20-30 മുറികളുമായിട്ടും ഒരെണ്ണം തുടങ്ങിയിരിക്കട്ടെ. നമ്മൾ സാധാരണക്കാരൻ്റെ ആംഗിളിൽ ചിന്തിച്ചാൽ ഇതിലേതായിരിക്കും നല്ലത്? സാധാരണക്കാരൻ്റെ ആംഗിളിൽ വില കുറഞ്ഞ ഹോട്ടൽ മുറിയല്ലേ നാട്ടിലെ ടൂറിസം നല്ല പൊതുവെ ഈ ജനകീയമായിട്ട് ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ജനകീയമായിട്ട് ചിന്തിക്കുന്നവൻ അത് ബിസിനസ് അറിയാത്തതുകൊണ്ട്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പ്രാദേശിക പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ ചിന്ത. സാധാരണക്കാരന് ടൂറിസം കൊടുക്കുന്നതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെ സാധാരണക്കാർക്കുള്ള 750 രൂപയുടെ 20 മുറിയായിട്ട് തുടങ്ങുന്ന ഒരുത്തൻ അവിടെ ഒരു റിസോർട്ട് തുടങ്ങിയാൽ അവിടെ നിങ്ങളുടെ മക്കൾക്ക് അവിടെ ഒരു ജോലി കിട്ടുമ്പോൾ ശമ്പളം എത്രയായിരിക്കും കിട്ടുക? എന്നാൽ 25,000 രൂപ മുറിവാടകയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരുമ്പോൾ നിങ്ങളുടെ മക്കൾ 5 സ്റ്റാർ ഹോട്ടലിലെ എംപ്ലോയി ആയിരിക്കും. അവിടുത്തെ സാലറി അതിനാനുപാതികമായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ ജീവിത നിലവാരം, നിങ്ങളുടെ മക്കളുടെ ജീവിത നിലവാരം ഉയരുകയും, എന്നാൽ ലണ്ടന് പോകണ്ട, ഇവിടെ താജ് ഗ്രൂപ്പിൻ്റെ ഇന്ന ഹോട്ടൽ ഇവിടെ വരാൻ പോകുന്നു, അതിലെനിക്കൊരു ജോലി കിട്ടി അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നത്. ഈ ഒരു വീക്ഷണം ലോക്കൽ രാഷ്ട്രീയക്കാർ മുതൽ